വർക്കല സ്വസ്തിക് ജോഷ്റാം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് രാശിചക്രത്തിലെ 14ാമത്തെ നക്ഷത്രമായിട്ടുള്ള ചിത്തിര നക്ഷത്രത്തെക്കുറിച്ചാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ വിശേഷതകളും ആ നക്ഷത്ര ജാതർ അവരുടെ ജീവിതത്തിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ദേവതാരാധനയും ഏതൊക്കെ ഗ്രഹത്തെയാണ് ഏതൊക്കെ കാലത്ത് ആരാധിക്കേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിൽ കടക്കുന്നതിന് മുന്നേ വർക്കല സ്വസ്തിക് ജോഷ്റാം യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചിത്തിര നക്ഷത്രം കന്നി തുല രാശിയിലായിട്ട് വ്യാപിച്ചിരിക്കുന്നു. ചൊവ്വയുടെ നക്ഷത്രമാണ്. കന്നി രാശിയിൽ ആദ്യത്തെ 30 നാഴികയും തുലാ രാശിയിൽ പിന്നീടുള്ള 30 നാഴികയും ചേർന്നുള്ള നക്ഷത്രമാണ് ചിത്തിര. 14ാമത്തെ നക്ഷത്രമാണ് രാശിചക്രം. ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ത്വഷ്ടാവാണ്. ഈ നക്ഷത്രം ചൊവ്വയുടെ നക്ഷത്രമാണ്. ചൊവ്വയ്ക്ക് പറഞ്ഞ 3 നക്ഷത്രങ്ങളിൽ ഒന്നാണ് ചിത്തിര. മഹീരം, ചിത്തിര, അവിട്ടം, ഇത് 3 ചൊവ്വയുടെ നക്ഷത്രങ്ങളാണ്. അതിൽ ചൊവ്വയ്ക്ക് പറഞ്ഞ 3 നക്ഷത്രങ്ങളിൽ 2ാമത്തെ നക്ഷത്രമാണ് ചിത്തിര. ഈ നക്ഷത്രം പൊതുവെ ഈ നക്ഷത്ര ജാതകരുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നു എന്നുണ്ടെങ്കിൽ അവർ കുശാഗ്ര ബുദ്ധിക്കാരായിരിക്കും. കർമ്മകുശലത ഉണ്ടാകും. ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരു കർമ്മകുശലത ഏത് കാര്യത്തിലും മുന്നിൽ നിന്ന് നയിച്ച് കർമ്മത്തെ പൂർത്തീകരിക്കുന്ന ഒരു സ്വഭാവം ഉള്ളവരായിരിക്കും ചിത്തിരനാളിൽ ജനിച്ച വ്യക്തികൾ. ചിത്തിരനാള് അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമായതുകൊണ്ട് തന്നെ നിർഭയരായിരിക്കാം, അതുപോലെ കഠിന ഹൃദയരുമായിരിക്കാം പ്രവൃത്തികളിൽ. അതുപോലെ ഈ മറ്റൊരു പ്രത്യേകത ഈ നക്ഷത്രത്തിൽ കണ്ടിരിക്കുന്നത് ഉള്ളത് തുറന്നു പറയും. മനസ്സിൽ മറ്റൊന്നും പ്രവൃത്തിയിൽ മറ്റൊന്നും ആയിരിക്കത്തില്ല. മനസ്സിലുള്ളതെന്തോ അത് അതുപോലെ തുറന്നു പറയുന്ന പ്രകൃതക്കാരായിരിക്കും ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. ഉള്ളിൽ കാപഢ്യം കുറവായിരിക്കും എന്നർത്ഥം. മറ്റുള്ളവരുടെ മുന്നിൽ ഇവർ വിനീത വിധേയരെ പോലെ ഒക്കെ പെരുമാറും. പക്ഷേ തൻ്റെ കാര്യം വരുമ്പോൾ തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ തീരുമാനപ്രകാരം തന്നെയായിരിക്കാം അവർ പ്രവർത്തിക്കുന്നതും അവരുടെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നതും. സ്വന്തം കാര്യം വരുമ്പോൾ സ്വന്തം തീരുമാനത്തിൽ തന്നെയായിരിക്കും പ്രസക്തി. മറ്റുള്ള അഭിപ്രായങ്ങളെ അവർ മാനിക്കാറില്ല. ഈ നക്ഷത്രക്കാർക്ക് പിതൃഗുണം കുറവാണ്, എന്നാൽ മാതൃഗുണം ഉണ്ടാകും. പിതാവിൽ നിന്ന് ഗുണം വളരെ കുറഞ്ഞിരിക്കും. പൊതുവെ കണ്ടിരിക്കുന്നത് ചിത്തിര നാളിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുടുംബത്തിൽ പിതൃസ്ഥാനീയർക്ക് എന്തെങ്കിലും ക്ലേശം വരാം. പിതാവിന് അന്നുവരെ ഉണ്ടായിരുന്ന ഗുണങ്ങൾ എന്തെങ്കിലും കുറവ് വരാം. അതുകൊണ്ടായിരിക്കാം പറയുന്നത് ചിത്തിര നാളിൽ ജനിച്ചവർക്ക് പിതൃഗുണം കുറവായിരിക്കും. പൊതുവെ ഈ നാടുകാർ ദേശസഞ്ചാരം ഇഷ്ടപ്പെടുന്നവരാണ്. ഒരുപാട് സഞ്ചാരികളായിരിക്കും. അവർ സ്വദേശം വിട്ട് പോയി സഞ്ചരിച്ച് ധനം ഉണ്ടാക്കാൻ യോഗ്യപ്പെട്ടവരായിരിക്കും ചിത്തിര നാളിൽ ജനിച്ച വ്യക്തികൾ. ഇനി ഇതിൽ കന്നി തുല കൂറിലായി വ്യാപിച്ചിരിക്കുന്ന ഈ നക്ഷത്രത്തിന്റെ കന്നിക്കൂറിലുള്ള ചിത്തിര നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ നോക്കിയാൽ വിദ്വാൻമാരായിരിക്കും, നല്ല സൗഹൃദങ്ങളുള്ളവരായിരിക്കും. അതുപോലെ പ്രായോഗികമായ കഴിവ്, ഏത് വിഷയത്തെയും പ്രാക്ടിക്കലായി ചിന്തിച്ച് ഏത് കാര്യത്തിലും ഇടപെടാൻ യോഗ്യപ്പെട്ടവരായിരിക്കും കന്നിക്കൂറിൽ ജനിച്ച ചിത്ര നക്ഷത്രക്കാർ. വിനോദശീലം ഉണ്ടാകും. എപ്പോഴും മനസ്സിനെ വളരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന വ്യക്തികളായിരിക്കും ഇവർ കന്നിക്കൂറുകാർ. എന്തിനേയും ധൈര്യത്തോടെ നേരിടും. ഏത് കാര്യത്തിനെയും മുന്നിൽ നിന്ന് ധൈര്യത്തോടെ നേരിടാൻ യോഗ്യപ്പെട്ടവരായിരിക്കും കന്നിക്കൂറിലെ ചിത്ര നക്ഷത്രക്കാർ. സ്ഥിരമായ പ്രയത്നം ഉണ്ടായിരിക്കും. ഒരു മടുപ്പുമില്ലാതെ എല്ലാ കാര്യത്തിനും ഇടപെട്ട് സ്ഥിരമായി പ്രവർത്തിച്ച് അതിൻ്റെ ഫലം അനുഭവിക്കാൻ യോഗ്യപ്പെട്ടവരായിരിക്കും കന്നിക്കൂറിലെ ചിത്ര നക്ഷത്രം ജനിച്ച വ്യക്തി. പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു പ്രകൃതവും ഇവർക്കുണ്ട്. അതുപോലെ എവിടെയും വാദിച്ച് ജയിക്കും. വ്യവഹാരപ്രിയരായിരിക്കും. തർക്കിച്ച് ജയിക്കാൻ യോഗ്യതപ്പെട്ടവരായിരിക്കും ചിത്ര നക്ഷത്രം കന്നിക്കൂറുകാർ. അതുപോലെ അവരുടെ 10ാം ഭാവം, കന്നിക്കൂറിൻ്റെ 10ാം ഭാവമായിട്ടുള്ള ബുധൻ്റെ തന്നെ രാശിയായിട്ടുള്ള മിഥുനമാണ്. അതുകൊണ്ട് അച്ചടി മേഖല, എഴുത്തുകുത്ത്, ടാക്സ് സംബന്ധമായ കാര്യങ്ങൾ, ഓഡിറ്റിംഗ് മേഖല ഇതിലൊക്കെ ശോഭിക്കുന്നവരായിരിക്കും. ബാങ്കിങ് മേഖല ഇതിലൊക്കെ ശോഭിക്കുന്നവരായിരിക്കും കന്നിക്കൂറിൽ ജനിച്ച ചിത്ര നക്ഷത്രക്കാർ. തുലാക്കൂറ് ചിത്ര നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ സുഖഭോഗ തൽപരരായിരിക്കും. ശുക്രന്റെ രാശിയാണ്, അതുകൊണ്ടാണ് ആഡംബര പ്രിയരായിരിക്കും. പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളോടും സ്ത്രീകൾക്ക് പുരുഷന്മാരോടും ആസക്തിയുള്ള നക്ഷത്രക്കാരാണ് തുലാക്കൂറിലെ ചിത്ര നക്ഷത്രക്കാർ. പിന്നെ കച്ചവടത്തിൽ താല്പര്യം, തുലാരാശി, ആ രാശിയുടെ തന്നെ സിമ്പിൾ ത്രാസാണ്. അതുകൊണ്ട് തന്നെ കച്ചവട തൽപരത ഉള്ളവരായിരിക്കും. കച്ചവടത്തിൽ ശോഭിക്കുന്നവരായിരിക്കും. ഏത് കാര്യവും കണിശമായിട്ട് ചെയ്യുന്നവരായിരിക്കും. ഏത് കാര്യത്തിനും ഒരു കച്ചവട താല്പര്യമുള്ള വ്യക്തികളും കൂടെ ആയിരിക്കാം തുലാക്കൂറിലെ ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. പിന്നെ അപകടകരമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളവരായിരിക്കും അവർ തുലാക്കൂറിലെ ചിത്ര നക്ഷത്രക്കാർ. ആദർശപരമായിട്ട് പെരുമാറും. എല്ലാ കാര്യത്തിലും അവർക്കൊരു ആദർശം, ഏത് ആശയവും ആദർശപരമായിട്ട് പ്രകടിപ്പിക്കുവാനും പറയുവാനും അത് പ്രയോഗത്തിലെത്തിക്കാനും ശ്രമിക്കുന്നവരായിരിക്കും. അവരുടെ പ്രവൃത്തികളിൽ കണിശത,
കച്ചവട തൽപരത, ആദർശവും ഉണ്ടാകും. കാപട്യം കുറവായിരിക്കുമെന്ന് ശാസ്ത്ര താല്പര്യം ഉണ്ടാകും. പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ലോകത്തിനൊപ്പം സഞ്ചരിക്കുന്നതിനും ലോകത്തിൻ്റെ പുതിയ അറിവുകൾ സ്വായത്തമാക്കുവാനുമുള്ള ഒരു താല്പര്യമുള്ളവരായിരിക്കും തുലാക്കൂറിലെ ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. പൊതുവേ ഈ നക്ഷത്രത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ ഇവർ ജീവിതത്തിൽ ഒരു യുദ്ധമായിട്ട് കരുതുന്നവരായിരിക്കും. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും തട്ടിമാറ്റി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു മനസ്ഥിതി ഉള്ള വ്യക്തികളായിരിക്കും. ചൊവ്വയുടെ നക്ഷത്രമായതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ളവരാണ് ചിത്ര നക്ഷത്രക്കാർ. ദാമ്പത്യ ജീവിതം വളരെ സൂക്ഷിച്ചായിരിക്കണം. ചിത്രനാള് രജ്ജുദോഷം, മധ്യമ രജ്ജുദോഷം ഉള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചായിരിക്കണം. എപ്പോഴും നല്ലൊരു സൗഖ്യത ദാമ്പത്യത്തിൽ നിന്ന് കിട്ടണമെന്നില്ല. ശ്രദ്ധയോടുകൂടി വിവാഹ വിഷയത്തെ സമീപിക്കുക. എവിടെയും മുന്നിൽ നിൽക്കാൻ സാഹസ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. കാര്യങ്ങളൊക്കെ ഊഹിച്ചറിയാൻ താല്പര്യമുള്ളവരായിരിക്കും. കാര്യങ്ങൾ, മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തു വരുന്നു, ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നൊക്കെ ഊഹിച്ച് നേരത്തെ മനസ്സിലാക്കാൻ യോഗ്യതപ്പെട്ടവരും കഴിവുള്ളവരുമായിരിക്കും ചിത്ര നക്ഷത്രക്കാർ. അന്യരെ ആകർഷിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. അതുപോലെ ഇവരുടെ ഒരു മറ്റൊരു ദോഷപ്പെട്ട വശം എന്ന് പറയുന്നത് സ്വന്തം അനുചരന്മാർ, തൻ്റെ കൂടെ നിൽക്കുന്നവർ, തൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഇവരെയൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കത്തില്ല. അവരെയൊക്കെ ഒരു കൃത്യമായൊരു അകലത്തിൽ നിർത്തിക്കൊണ്ട് സംശയദൃഷ്ടിയോടുകൂടി അവരോട് പെരുമാറുന്ന ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ ആത്മാർത്ഥ സൗഹൃദങ്ങൾ അല്പം കുറവായി. മാനാപമാനങ്ങളെയും ജയപരാജയത്തെയും ഒന്നും തന്നെ കണക്കാക്കാതെ മുന്നോട്ടുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കും ചിത്ര നക്ഷത്രം ജനിച്ച വ്യക്തികൾ പൊതുവെ. ഇനി ഈ നക്ഷത്ര ജാതരുടെ ആരാധനാ സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞാൽ, കന്നിക്കൂറിൽ ജനിച്ച ചിത്ര നക്ഷത്രക്കാർ എല്ലാ കാലവും ബുധനെയും ബുധഗ്രഹത്തെ ആരാധിക്കുക, കൃഷ്ണനെയും ആരാധിക്കുക. എല്ലാ പ്രായത്തിലും, കുഞ്ഞാണെങ്കിലും മുതിർന്നവരാണെങ്കിലും മധ്യവയസ്സാണെങ്കിലും കന്നിക്കൂറുകാർ ബുധഗ്രഹത്തെ ബുധനാഴ്ച ദിവസം നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ബുധഗ്രഹത്തിന് വേണ്ടതായ പൂജാതി കാര്യങ്ങൾ നടത്തി ആരാധിക്കുന്നത് അവരുടെ ശ്രേയസ്സിന് നല്ലതാണ്. അതുപോലെ കൃഷ്ണനെ, ശ്രീകൃഷ്ണനെ പ്രത്യേകിച്ച് ആരാധിക്കുന്നത് ഗുണം ചെയ്യും അവർക്ക്. തുലാക്കൂറിലെ ചിത്ര നക്ഷത്രക്കാർ മഹാലക്ഷ്മിയെയും ശുക്രനെയും ആരാധിക്കുക. മഹാലക്ഷ്മി പ്രീതി വരുത്തുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്ഥിരമായിട്ട്. അതുപോലെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശുക്രഗ്രഹത്തിന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പൂജാതി കാര്യങ്ങൾ നടത്തുന്നതും അവരുടെ ജീവിതത്തിൻ്റെ ശ്രേയസ്സിന് ഉത്തമമാണ്. അവരെ സംബന്ധിച്ച് ഈ ചിത്തിര നാളുകാർ ജനിക്കുന്നത് ചൊവ്വയുടെ ദശയിലാണ്. ചൊവ്വ ഏകദേശം 7 വർഷമാണ് ചൊവ്വയ്ക്ക് പറയുന്നത് എന്നുണ്ടെങ്കിൽ ജനിച്ച സമയം വെച്ച് കൂട്ടിയാൽ അത്രയും വരണമെന്നില്ല, അത്രയും അവർക്ക് അനുഭവത്തിൽ വരണമെന്നില്ല. 3-4 വയസ്സ് വരെയൊക്കെ കാണും. ആ കാലഘട്ടത്തിൽ ബാലാരിഷ്ടത ഉണ്ടാകും. ചൊവ്വയുടെ ദശയാണ്. വീഴ്ച, താഴ്ച, അഗ്നിയിൽ നിന്നുള്ള ആപത്ത്, ജലത്തിൽ നിന്നുള്ള ആപത്തൊക്കെ ചിത്ര നക്ഷത്രക്കാർക്ക് അവരുടെ 3 വയസ്സ് വരെയും അനുഭവത്തിലുണ്ടാകും. 3 വയസ്സ് വരെയും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് മൃത്യുഞ്ജയ ഹോമം മാസം തോറും ചെയ്യുക. ആയുസ്സിനും ആരോഗ്യത്തിനും ആപത്തൊഴിയാനും വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവയും ചെയ്യുക. ദേവിയെ ആരാധിക്കുക, ഭഗവതി സേവ ചെയ്യുക, സ്ഥിരമായിട്ട് ചെയ്യുക. 3 വയസ്സ് വരെയും ചെയ്യുക ബാലാരിഷ്ടത പരിഹാരമായിട്ട്. അതിനുശേഷം അവർക്ക് രാഹുവിൻ്റെ ദശയാണ്. ഏകദേശം 20-22 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവർ രാഹുവിൻ്റെ ദശയാണ് ചിത്ര നക്ഷത്രക്കാർ അനുഭവിക്കുന്നത്. രാഹു ദശാ കാലഘട്ടത്തിൽ സർപ്പപ്രീതി വേണം, ആയില്യപൂജ വേണം. സർപ്പത്തിൻ്റെ മഹാക്ഷേത്ര ദർശനങ്ങൾ, സർപ്പവുമായി ബന്ധപ്പെട്ടുള്ള പാമ്പുമേക്കാട്, മണ്ണാറശാല, അതുപോലെ വെട്ടിക്കോട് തുടങ്ങിയുള്ള മഹാക്ഷേത്രങ്ങൾ ദർശനം നടത്തുക, യഥാശക്തി വഴിപാട് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന സർപ്പക്ഷേത്രങ്ങളിൽ വർഷത്തിലൊരിക്കലെങ്കിലും പോയി തൊഴുത് ആരാധന നടത്തുക. അതിനോടൊപ്പം ആയില്യ ദിവസങ്ങളിൽ പരിസരത്തെ കാവുകളിൽ അഭിഷേകവും അർച്ചനയൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവിയെ ആരാധിക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വീടിന് പരിസരത്തുള്ള ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് കാര്യങ്ങൾ നടത്തി ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് വിദ്യാഭ്യാസത്തിന് നല്ലതാണ്. ആ വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൽ രാഹു ദശയിൽ മനസ്സ് മാറിപ്പോകാം. വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൽ വഴിതെറ്റിപ്പോകാം. വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടമായുള്ള 20-22 വയസ്സ് വരെ അവരെ സംബന്ധിച്ച് സൗഹൃദങ്ങൾ മൂലം ക്ലേശം വരാം ചൊവ്വാദശക്കാർക്ക്. അത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ദേവിയെ ഉപാസിക്കുക. എല്ലാ ചൊവ്വാഴ്ചകളിലും ദേവിക്ക് യഥാശക്തി വഴിപാട് കാര്യങ്ങൾ ചെയ്യുക. അത് വിദ്യയ്ക്കും നല്ല സ്വഭാവത്തിനും അപകടങ്ങൾ മാറുന്നതിനും നല്ല സൗഹൃദങ്ങൾക്കും ഉപയോഗപ്പെടും. ആ 20-22 വയസ്സിന് ശേഷമുള്ള 16 വർഷം അവർ അനുഭവിക്കുന്ന വ്യാഴദശയാണ്. പൊതുവെ അവർക്ക് വ്യാഴദശ നല്ലതായിരിക്കും. ആ വ്യാഴദശാ കാലഘട്ടത്തിൽ അവർ വിഷ്ണുവിനെ ആരാധിക്കുക, വിഷ്ണുപ്രീതി വരുത്തുക. ഈ വ്യാഴദശാ കാലഘട്ടത്തിലാണ് അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട വിവാഹം, തൊഴിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉയർച്ച ഉണ്ടാകുന്നത്, അനുഭവത്തിൽ വരേണ്ടത്. വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവത്തിൽ, നല്ല രീതിയിൽ അനുഭവത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് അവർ മഹാലക്ഷ്മിയെ ആരാധിക്കുന്നതിനോടൊപ്പം
അവർ ലക്ഷ്മി നാരായണ പൂജ, വിഷ്ണു ക്ഷേത്രങ്ങളിൽ ലക്ഷ്മി നാരായണ പൂജ ചെയ്യുക. വ്യാഴദശയിൽ നല്ല കുടുംബജീവിതം ലഭിക്കുന്നതിനും നല്ല ജീവിത പങ്കാളിയെ കിട്ടുന്നതിനും വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ലക്ഷ്മി നാരായണ പൂജ സ്ഥിരമായിട്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പുരുഷസൂക്താദി മന്ത്രാർച്ചന നടത്തി വിഷ്ണുവിനെ ആരാധിക്കുന്നത് കർമ്മരംഗത്തെ ഉയർച്ചയ്ക്കും സൽസന്താന പ്രാപ്തിക്കും നല്ലതാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് 22 വയസ്സിന് മുകളിലുള്ള 16 വർഷം, ഏകദേശം 37-38 വയസ്സ് വരെ അവർ ചെയ്യേണ്ട കാര്യം. അതിനുശേഷമുള്ള 19 വർഷം, 38-39 വയസ്സിന് ശേഷമുള്ള 19 വർഷത്തോളം, 56-57 വയസ്സ് വരെ പറയാം, ശനിയുടെ ദിശയാണ്. ശനിയുടെ ആ ദശാ കാലഘട്ടത്തിൽ അവർ ശിവനെ ആരാധിക്കും. വ്യാഴത്തെക്കാൾ ഉപരി ചിത്ര നക്ഷത്രക്കാർക്ക് ശനി അനുകൂലമാണ്. കാരണം കന്നി തുലാ കൂടുകാർക്ക് യോഗകാരകനാണ് ശനി. അതുകൊണ്ട് ശനിയുടെ ഗുണം കിട്ടും. സ്ഥിരമായി ശിവനെ ആരാധിക്കുക. ശിവനെ ഭാഗ്യസൂക്താദി മന്ത്രജപത്തോടുകൂടി ആരാധിക്കുക. ശിവനെ തിങ്കളാഴ്ച ദിവസം കൂവള ഇല കൊണ്ട് സഹസ്രനാമാർച്ചന നടത്തി ആരാധിക്കുക. അതുപോലെ ശാസ്താവിനെ ആരാധിച്ച് ശാസ്താപ്രീതി വരുത്തുന്നതും അവർക്ക് ആ കാലഘട്ടത്തിലുള്ള ദുരിതങ്ങൾ മാറുന്നതിന് നല്ലതാണ്. 57 വയസ്സിന് ശേഷമുള്ള 17 വർഷം ബുധന്റെ ദശയാണ് ഈ നക്ഷത്രക്കാർ അനുഭവിക്കുന്നത്. ബുധദശാകാലഘട്ടം വലിയ ദോഷമൊന്നും നൽകുന്നതല്ല. ആ കാലഘട്ടത്തിൽ കൃഷ്ണപ്രീതി വരുത്തുക, കൃഷ്ണനെ സ്ഥിരമായിട്ട് ആരാധിക്കുക. ആയുസ്സും ആരോഗ്യവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് വാർദ്ധക്യ സഹജമായ ക്ലേശങ്ങൾ അനുഭവത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനെ ധന്വന്തരി മന്ത്രജപത്തോടുകൂടി സ്ഥിരമായി ആരാധിക്കുന്നത് ഗുണം നൽകും. ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഏതൊക്കെ നക്ഷത്രത്തിലുള്ള ആൾക്കാരെയാണ് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടത്, ഏതൊക്കെ നക്ഷത്ര ദിനങ്ങളെയാണ് അവരുടെ മംഗളകർമ്മങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എന്ന് ചിന്തിച്ചാൽ, വിശാഖം, കേട്ട, പൂരാടം. വിശാഖം നാള്, കേട്ട നാള്, പൂരാടം നാള്, ഈ 3 നാളും അവർക്ക് പ്രതികൂലമാണ്. ചിത്ര നാളുകാർക്ക് വിശാഖം നാള്, കേട്ട നാള്, പൂരാടം നാള്, ഈ പറഞ്ഞ 3 നക്ഷത്ര ദിനങ്ങളിലും ചിത്ര നക്ഷത്രക്കാർ അവരുമായി ബന്ധപ്പെട്ടുള്ള മംഗളകർമ്മങ്ങൾ ഒഴിവാക്കുക, നൂതന സംരംഭങ്ങൾ ഒഴിവാക്കുക, ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്ര ജാതരുമായിട്ടുള്ള സൗഹൃദങ്ങൾ ഒഴിവാക്കുക, കൂട്ടുകെട്ട് ഒഴിവാക്കുക, അവരുമായി ബന്ധപ്പെട്ടുള്ള സൗഹൃദങ്ങൾ, കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക എന്ന് മാത്രമല്ല, സ്ത്രീകൾ, ചിത്രനാളിൽ ജനിച്ച ആൾക്കാർ, ഈ പറഞ്ഞ 3 നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായിട്ടുള്ള വിവാഹവും ഒഴിവാക്കേണ്ടതാണ്. പുരുഷന്മാർക്ക് അവർ ജനിച്ച 3-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുമായിട്ടുള്ള വിവാഹം ഒഴിവാക്കണമെന്ന് ജ്യോതിഷം നിർബന്ധമായി പറയുന്നില്ല. പക്ഷെ സ്ത്രീകൾ അവർ ജനിച്ച ചിത്രനാളുകാർ അവർ ജനിച്ച നക്ഷത്രത്തിൽ നിന്ന് 3-5-7 നാളായിട്ടുള്ള വിശാഖം, കേട്ട, പൂരാടം, വിശാഖം, കേട്ട, പൂരാടം തുടങ്ങിയ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായിട്ടുള്ള വിവാഹബന്ധവും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ കന്നിക്കൂറിൽ ജനിച്ചിട്ടുള്ള ചിത്ര നക്ഷത്രക്കാർ കുംഭക്കൂറിൽ ജനിച്ചിട്ടുള്ള അവിട്ടം, ചതയം, പൂരുരുട്ടാതി തുടങ്ങിയ വ്യക്തികളുമായിട്ടുള്ള വിവാഹബന്ധവും ഒഴിവാക്കണം. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അത് ഷഷ്ടാഷ്ടമ ദോഷവും കൂടെ ഉള്ളതാണ്, അത് ഒഴിവാക്കേണ്ടതാണ്. ചിത്രനാളുമായി ബന്ധപ്പെട്ടുള്ള സാമാന്യം ചെറിയ കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വർക്കല സ്വസ്തി ജ്യോതിഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.